ഞാനിങ്ങനെ ഭാവന കാണുകയാണ്. മറിയ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം മറിയയുടെ അമ്മയോ അപ്പനോ ആരെങ്കിലും ജോസഫിൻ്റെ ഒക്കെ പറഞ്ഞു കാണും, ജോസഫ് ഇതുപോലാണ് ഒരു ദൈവദൂതൻ വന്നു, ആരെങ്കിലും വിശ്വസിക്കും? ഞാൻ ചോദിക്കാം, നിങ്ങളുടെ മകൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എവിടെ എഴുതിയിരിക്കുന്നു? മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും ഇവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ, സഹോദരിമാരൊക്കെ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കണം, പ്രാർത്ഥിച്ച് ഗർഭം ധരിക്കണം. എൻ്റെ ഒരു നല്ല പ്രസംഗമുണ്ട്, CD വാങ്ങിക്കാൻ കിട്ടും, ആദിയിൽ ദൈവം. നിങ്ങളത് കാണണം. അസാധാരണമായ ചില സന്ദേശങ്ങൾ ഞാൻ അതിനകത്ത് തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കണം. സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനാൽ അപ്പനാവണം. സഹോദരിമാരെ, പരിശുദ്ധാത്മാവിനാൽ അമ്മയായി തീരണം. വേദപുസ്തകം അവൾ ഗർഭിണിയായെന്ന് കേട്ടു. അന്നേരം അവനൊരു സംശയം ഉണ്ടായി കാണും, അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. പക്ഷെ അവൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അവൾക്ക് ദോഷം വരാൻ പാടില്ല. കാരണം ജോസഫ് നീതിമാനായിരുന്നു. അവൾക്ക് അബദ്ധം പറ്റിയതായിരിക്കാം, അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് പരസ്യപ്പെടുത്താതെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ. ഞങ്ങളുടെ നാട്ടുകാരായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിലും ഞാൻ അടുത്ത ദിവസത്തെ പത്രത്തിനകത്ത് ഒരു പരസ്യം കൊടുത്തേനെ, നാട്ടുകാരെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പെണ്ണ പിഴയാണ്. പക്ഷേ അവനത് പരസ്യമാക്കാൻ ശ്രമിച്ചില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളൊരു പെൺകുട്ടിക്ക് ദോഷം വരുത്താൻ പാടില്ല. തെറ്റ് അവളുടേതാണെങ്കിലും ദോഷം വരുത്താൻ പാടില്ല. അവൾ അയച്ച ഇമെയിലിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പാടില്ല. അവൾ അയച്ചിട്ടുള്ള SMS ബാക്കിയുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അവളുടെ സന്ദേശങ്ങൾ അവൾ പറഞ്ഞതുമെല്ലാം വാട്സപ്പ് മെസ്സേജിനകത്ത് ഇടാൻ പാടില്ല. അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയല്ല, അവളെ വെട്ടിക്കൊല്ലുകയല്ല. നീതിമാൻ നീതി മാത്രം ചെയ്യുന്നവനാണ്.